ഭരിക്കുന്ന സർക്കാരിനെ മുഷിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ പത്രപ്രവർത്തനം നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പിന്നെ എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പോൾ ഒരു മലയാള മനോരമയോ ടൈംസ് ഓഫ് ഇന്ത്യക്കോ അവർക്ക് എന്താ പേടിക്കേണ്ടത്? ഇപ്പോൾ ഇ ഡി വരും എന്ന് പറയുന്നുണ്ട്. ഇ ഡി വരും, വന്നിട്ട് പോട്ടെ. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റ് വ്യവസായങ്ങളുള്ള ഒരു പത്രമേഖലയിൽ വന്നപ്പം അവർ വളർന്നബിളാണ്. BJP ഗവൺമെന്റ് വളരെ നിഷ്ഠുരമാണ്, ഒരുപാട് റിപ്രഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് ഒരു പത്രം പോലും ഇതുവരെ പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. അൺഹേർഡ് ആയിട്ടുള്ള വോയിസസ്, ഇപ്പം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ശബ്ദങ്ങൾ പഴയ പോലെ ഇപ്പം റിഫ്ലക്ട് ആവുന്നുണ്ടോ മാധ്യമങ്ങളിൽ? കേരളത്തിലും എല്ലാ പത്രങ്ങളും എല്ലാ ടെലിവിഷൻ ചാനലുകളും പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇവരോട് ചോദിക്കാൻ മറക്കുന്നു, ഇവർ മറുപടി തരാത്തത്. ആരാണ് ജനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം? ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 35 കോടിയോളം വരുന്ന മധ്യവർഗം മാത്രമാണ് ജനങ്ങൾ. ഇന്ത്യയിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന് ക്രിക്കറ്റും, മറ്റേത് ബോളിവുഡ്. ഏറ്റവും നല്ല കഴിവുള്ള എഴുത്തുകാരെ നമ്മളെപ്പോഴും സ്പോർട്സിലോട്ട് മാറ്റുകയും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റിലോട്ട് മാറ്റുകയും ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ആർക്കും വായിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ജേർണലിസം ചെയ്യുന്നവരെ സൈഡ് ലൈൻ ചെയ്യുകയും അങ്ങനെ ഉണ്ടായ ഒരു ജനറേഷനിൽ നിന്ന് വന്ന ലീഡർഷിപ്പാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക ന്യൂസ് പേപ്പറിൻ്റെയും എഡിറ്റേഴ്സായിട്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആക്ഷേപം വരുന്നു, അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു, അതിലൊരു ലീഗൽ പ്രൊസീജിയർ നടന്നിട്ടില്ല. അവിടെയാണ് ഈ മീഡിയ ട്രയൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹി ഷുഡ് ബി റെഡി ഫോർ ദിസ്. ഹി ഷുഡ് ബി റെഡി ടു ഫേസ് എനി ക്വസ്റ്റ്യൻ, എനി ട്രയൽ, എനി ടെസ്റ്റ്. അതൊരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട. ഫെയർ ആണെന്ന് വെച്ചാൽ അൺഫെയർ ആണ്. ഞാൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റൺ ചെയ്യുമായിരുന്നു. കോർപ്പറേറ്റ് ഓണർഷിപ്പും സർക്കാർ താൽപര്യങ്ങളും മാധ്യമങ്ങളെ തടഞ്ഞാൽ സത്യം പറയാൻ പിന്നെ ആരുണ്ടാകും? കൂടിയ സാക്ഷരതയും രാഷ്ട്രീയ ബോധവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും സെൻസേഷണലിസത്തിനും മത്സരത്തിനും കീഴടങ്ങി തങ്ങളുടെ ദൗത്യം മറക്കുകയാണ്. മറുപടിയുമായി 3.5 പതിറ്റാണ്ടിന്റെ അനുഭവങ്ങളുടെ കരുത്തും തുറന്നു വിമർശിക്കാനുള്ള ആർജവവും കൈമുതലാക്കിയ കേരളത്തിലെ ഒരു പ്രാദേശിക പത്രത്തിൽ തുടങ്ങി ദേശീയ പത്രമായ ടെലിഗ്രാഫിന്റെ എഡിറ്ററും പിന്നീട് എഡിറ്റർ അറ്റ് ലാർജുമായി മാറിയ ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഇന്നും തുടരുന്നു ആർ രാജഗോപാൽ. നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരുടെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എപ്പോഴും ഈ നമ്മുടെ ഒരു പൊതു താല്പര്യങ്ങളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു? ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എക്കാലത്തും ഉള്ളതാണ്. കാര്യം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു വ്യവസായം എന്ന് തന്നെ പറയേണ്ടത്. ഒരു ഇൻഡസ്ട്രി, മീഡിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ ആരാണ് അത് ഓൺ ചെയ്യുന്നത്? അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും അവരുടെ മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റും അതെല്ലാം പലപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നുള്ള തീർച്ചയാണ്. എക്കാലത്തും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ നെഹ്റു പണ്ട് ജൂട്ട് പ്രസ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച 2 തരത്തിലാണ്. ഒന്ന് ജൂട്ട്, ഈ ചണം വ്യവസായം കൊണ്ടുണ്ടാക്കിയ പൈസ ഇട്ടുകൊണ്ട് നടത്തുന്ന പത്രങ്ങളും, പിന്നെ ജൂട്ട് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്ന പത്രം. രണ്ടും കൂടെ അദ്ദേഹം ഇങ്ങനെ പഞ്ചാബ് ജൂട്ട് പ്രസ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യം കൂടെ അതിനകത്ത് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു വ്യവസായത്തിന് പലപ്പോഴും കള്ളം പറഞ്ഞാൽ മാത്രമേ അവരുടെ മാധ്യമ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നേടാൻ പറ്റുള്ളൂ. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പല പത്രങ്ങൾ ഇന്ത്യയിലുള്ള മിക്കവാറും ഇന്ത്യൻ ഓൺഡ് പത്രങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചുള്ളായിരുന്നു. അതല്ലാത്ത ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ഓൺഡ് പത്രങ്ങളായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ പല ബ്രിട്ടീഷ് ഓൺഡ് പത്രങ്ങളും ഇന്ത്യൻ വ്യവസായികളാണ് വാങ്ങിച്ചത്. അതുമാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിന് തുടങ്ങിയ അല്ലാത്ത ഇപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് പത്രങ്ങളും അവർക്കും പല വ്യാവസായിക താല്പര്യങ്ങളും ആ സമയത്തുണ്ടായി. ബാങ്ക് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സിൻ്റെ ഇതുണ്ടാകുകയോ അങ്ങനെയുള്ള വ്യവസായങ്ങൾ. അപ്പം ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് യാതൊരു സംശയമല്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് അതിഭീകരമായ രീതിയിലുള്ള ഒരു അദാനിയോ അംബാനിയോ അവർ വിഷ്വൽ മീഡിയ പൂർണ്ണമായും അവരുടെ കയ്യിൽ, പ്രത്യേകിച്ച് നാഷണൽ മീഡിയ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന വളരെ വലിയ റേഞ്ചുള്ള ഹിന്ദി മീഡിയ, ഇംഗ്ലീഷുള്ള ഇവർ തന്നെ അങ്ങ് ഇത് ഒരു പുതിയ അതായത് പ്യൂർലി ഒരു മീഡിയയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പൂർണ്ണമായിട്ട് അത് ഏറ്റെടുക്കുക. എന്നിട്ട് ഇപ്പോൾ NDTV പോലൊരു സ്ഥാപനം അദാനി ഏറ്റെടുത്തു. അതിനുശേഷം അവരുടെ കവറേജ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഇപ്പോൾ നിലവിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതൊരു പുതിയ 14 ശേഷം സംഭവിച്ച ഒരു പുതിയ സംഭവ വികാസമാണ്. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വെസ്റ്റഡ് ഇൻട്രസ്റ്റുള്ള മാധ്യമങ്ങളെല്ലാം വലതുപക്ഷ ചായ്വുള്ള മാധ്യമങ്ങൾ തന്നെയായിരുന്നു. കൂടുതലും കോൺഗ്രസിനെ ആണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ
പോളിസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ വലതുപക്ഷം തന്നെയാണ്. പക്ഷേ അവർ കോൺഗ്രസിനെ വളരെയധികം എതിർത്തിട്ടുണ്ട്. വളരെയധികം എതിർത്തൊരു പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. പക്ഷേ ഇപ്പം നമുക്ക് അതുപോലൊരു പത്രത്തിന് ഒരു മാധ്യമം, അതായത് വ്യവസായികൾ പിന്തുണയ്ക്കുന്ന ഒരു പത്രം ഇപ്പോഴുള്ള സർക്കാരിനെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു ട്രെൻഡാണിത്. നമുക്ക് പലതരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു 2 വർഷം പിടിച്ചുള്ള ധ്രുവീകരണം എന്നല്ലാതെ ഈ അൺഹേർഡ് ആയിട്ടുള്ള വോയിസസ്, ഇപ്പം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ശബ്ദങ്ങൾ പഴയ പോലെ ഇപ്പം റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ മാധ്യമങ്ങളിൽ? ഇല്ല, ഒരിക്കലും ആകുന്നില്ല. അതിൻ്റെ പിന്നിലും വളരെ വ്യക്തമായ കാര്യം എല്ലാ പത്രങ്ങളും നമ്മളിപ്പോൾ ഒരു എഡിറ്ററോട് ഏത് എഡിറ്ററോട് ചോദിച്ചാലും അവർ പറയും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. കേരളത്തിലും എല്ലാ പത്രങ്ങളും എല്ലാ ടെലിവിഷൻ ചാനലുകളും പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇവരോട് ചോദിക്കാൻ മറക്കുന്നു. ഇവർ മറുപടി തരാത്തത് ആരാണ് ജനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 35 കോടിയോളം വരുന്ന മധ്യവർഗം മാത്രമാണ് ജനങ്ങൾ. എന്തുകൊണ്ട്? കാര്യം അവരാണ് ഈ പരസ്യം വായിച്ചാൽ മാത്രം പോരാ, അത് വെച്ച് ആൾ സാധനം വാങ്ങുക വേണം. അപ്പം ഈ ഉപഭോഗ ശക്തിയുള്ള ഒരു വർഗ്ഗം, അവർക്ക് ഉദാഹരണത്തിന് ഇത് 1990s ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം 90-കൾ കഴിഞ്ഞ് ഈ ലിബറലൈസേഷൻ 92 ലിബറലൈസേഷൻ ശേഷം ഒരുപാട് വിദേശ പ്രോഡക്ട്സുകൾ ഇന്ത്യയിൽ വന്നു. പ്രത്യേകിച്ച് കൺസ്യൂമർ ഗുഡ്സ്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, സിറിയൽസ്, കാറ്, ഫ്രിഡ്ജ്, AC. അപ്പോൾ ഇതെല്ലാം ഇത് പരസ്യം ഇവർക്കെല്ലാം പരസ്യം കൊടുത്തതിലെ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയുള്ളൂ. പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പല പത്രങ്ങളും ഇപ്പോൾ 16 പേജോ 17 20 പേജുള്ള പത്രങ്ങൾ 22 പേജും 26 പേജും 32 പേജ് വരെ പോയ പത്രങ്ങളുണ്ട് ഒരു ദിവസം ഡെയിലി. കാരണം അത്രമാത്രം പരസ്യം ഉണ്ട്. ആ സമയമായിരുന്നു ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഈ പരസ്യം ഉണ്ടായപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കുടുംബം, സുന്ദരന്മാരായ അച്ഛനും അമ്മയും അതുപോലെ ഓമനത്വമുള്ള കുട്ടികളും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് വളരെ നല്ല ഭംഗിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സിറിയൽസും അമേരിക്കൻ സ്റ്റൈലിൽ ഓറഞ്ച് ജ്യൂസും മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് പേജ് കളർ പരസ്യം. പക്ഷെ അതിൻ്റെ മുകളിൽ വാർത്ത എന്താണ്? 200 കർഷകർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് കലഹണ്ടിയിൽ പട്ടിണിയാണ്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ പരസ്യ കമ്പനികൾക്ക്, നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മുടെ വായനക്കാരെയും ജേർണലിസ്റ്റുകളെക്കാളും ബുദ്ധിയുള്ളവരാണ് പരസ്യ കമ്പനികൾ. അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ പരസ്യം താഴെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വാർത്ത കേൾക്കുകയാണെങ്കിൽ ഇത് ശരിയല്ല, ഞങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ സോഫ്റ്റ് ജേർണലിസം, ഫീൽ ഗുഡ് ജേർണലിസം എന്നും പറഞ്ഞൊരു ശാഖ ഇന്ത്യൻ പത്രപ്രവർത്തനം ഉണ്ടാകുകയും അപ്പോൾ ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഡെവലപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ തേർഡ് വേൾഡ് എന്ന് വിളിക്കപ്പെടാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്, ദാരിദ്ര്യവും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് ഫീൽ ഗുഡുള്ള ഇന്ത്യയിൽ ഫീൽ ഗുഡായിട്ടുള്ള 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന് ക്രിക്കറ്റും, മറ്റേത് ബോളിവുഡ് അല്ലെങ്കിൽ നമ്മുടെ സിനിമയും ക്രിക്കറ്റും. അപ്പോൾ ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യവും കഴിവുമുള്ള ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരുപാട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യുകയും ഞാൻ ഉൾപ്പെടെ ഞാനും അങ്ങനെ പത്രത്തിൽ വന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല കഴിവുള്ള എഴുത്തുകാരെ നമ്മളെപ്പോഴും സ്പോർട്സിലോട്ട് മാറ്റുകയും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റിലോട്ട് മാറ്റുകയും, ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ആർക്കും വായിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ച് പൊളിറ്റിക്കൽ ജേർണലിസം ചെയ്യുന്നവരെ സൈഡ് ലൈൻ ചെയ്യുകയും, അങ്ങനെ ഉണ്ടായ ഒരു ജനറേഷനിൽ നിന്ന് വന്ന ലീഡർഷിപ്പാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക ന്യൂസ് പേപ്പറിൻ്റെയും എഡിറ്റേഴ്സായിട്ട്. ന്യൂസ് പേപ്പറും ടെലിവിഷൻ ചാനലിലൊക്കെ ആരെ എടുത്ത് നോക്കിയാലും ഇവരെല്ലാം ഈ മിഡ് 1990s ജേർണലിസ്റ്റിൽ ചേർന്നിട്ട്, അപ്പോൾ അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു ന്യൂസ് റൂമിൽ പ്രവർത്തിച്ച് പരിചയമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതാണ് ജേർണലിസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ടോപ്പിക്കുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ന്യൂസ് പ്ലേ ചെയ്യുന്നത്, ഇതെല്ലാം ഈ 2 ഫാക്ടേഴ്സും ആദ്യപ്രസരം ക്രിക്കറ്റിൻ്റെയും ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ആരുടെ സ്റ്റോറി ആയിരിക്കും കൊടുക്കുന്നത്? ഗവൺമെൻറ് ആഘോഷിച്ചു മാവോയിസം തീർന്നു ഛത്തീസ്ഗറിൽ, പക്ഷെ അവിടെ നടന്നത് എന്താണെന്ന് നമുക്ക് ഇന്നിപ്പോഴും അറിയില്ല, നമുക്ക് ആൾക്കും അറിയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റിന് ഒരിക്കലും ഒരു ആംഡ് റിബലിയനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിനെ ക്രഷ് ചെയ്താലേ മതിയാവുള്ളൂ. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ആൻസറബിളാണ്. ഇപ്പോൾ അത് പക്ഷേ നമ്മൾ ഏതെങ്കിലും മാധ്യമങ്ങൾ വേണ്ടി ഇത് ചോദിക്കുന്നില്ല. അതേസമയം നമ്മളെപ്പോഴും പരിഹസിക്കുന്ന അമേരിക്കയിൽ ഇപ്പോൾ ഓരോ നാർക്കോട്ടിക്സ് ബോട്ടുകൾ ബോംബ് ചെയ്ത്, അപ്പോൾ പക്ഷേ അവിടുത്തെ മീഡിയ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ വളരെ പ്രിസൈസ് ചോദ്യങ്ങൾ. അതായത് വീഡിയോ നോക്കിയിട്ട് അവർ പറയാൻ നിങ്ങൾ ആദ്യം ബോംബ് ചെയ്തു, അത് കഴിഞ്ഞ് ആളുകൾ കൈപൊക്കി നിൽക്കുകയാണ് ബാക്കി സർവൈവേഴ്സ്, പക്ഷേ നിങ്ങൾ വീണ്ടും എന്തിനും ബോംബ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. ട്രംപ് അതിന് മറുപടി പറയുന്നില്ല. ഈ ചോദ്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഹോപ്പില്ല. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇത്രയും പേരെ കൊന്നു കഴിഞ്ഞു, ഇത്രയും പേര് മാവോയിസ്റ്റ് എന്ന് വിളിക്കട്ടവർ, ഇതെങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? അവർക്ക് സറണ്ടർ ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് മാധ്യമങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ
അയാളെ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഒരു കേസ് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഒരു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അബ്ഡിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ മാധ്യമങ്ങൾ, ഈ ചോദ്യം ചോദിക്കാത്ത മാധ്യമങ്ങൾ. അപ്പം താങ്കൾ നേരത്തെ ചോദിച്ചത് കാര്യം ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കാനും ഇതിനകത്ത് പരസ്യം ചെയ്യുന്നവർക്ക് ഈ ചോദ്യങ്ങളിൽ ഇവർ ചോദിക്കണം എന്നില്ല, പത്രങ്ങൾക്കും അതില്ല. അപ്പോൾ ഫീൽ ഗുഡ് പോകും എന്നുള്ളൊരു ഭയമാണ്. പണ്ട് കാലം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു ട്രെൻഡ് എന്താണ്? സർക്കാർ പരസ്യങ്ങളുടെ ഒരു അളവിലുണ്ടായിട്ടുള്ള വർധനവ് അല്ലെങ്കിൽ കുറവ് എന്താണ്? നമുക്കിപ്പോൾ ഒരു പേജിന്റെ പകുതി സർക്കാർ പരസ്യവും അതേ പേജിന്റെ ബാക്കി പകുതിയിൽ സർക്കാർ വിരുദ്ധ വാർത്തകളും ഒന്നിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ അതേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പക്ഷേ ഞാൻ സത്യമായിട്ട് പറയുകയാണ്. കാര്യം ഞാൻ വെസ്റ്റ് ബംഗാളിൽ 92 മുതൽ ഞാൻ വെസ്റ്റ് ബംഗാളിൽ ജേർണലിസം ചെയ്തത്. അപ്പോൾ ഞാൻ ജോലി ചെയ്ത ഗ്രൂപ്പ് അനന്തബസാർ പത്രിക ഗ്രൂപ്പ്, അവരാണ് ടെലിഗ്രാഫ് എന്ന പത്രത്തിൻ്റെ ഉടമസ്ഥർ. അത് നമ്മുടെ ഇവിടുത്തെ മനോരമ പോലത്തെ വളരെ പഴക്കം ചെന്നൊരു ആക്ച്വലി മാതൃഭൂമിയും അനന്തബസാർ പത്രിക എനിക്ക് ഓൾമോസ്റ്റ് സെയിം ഇയറിലാണെന്നാണ് 100 വർഷം മുമ്പ് തുടങ്ങിയത്. അപ്പോൾ അനന്തബസാർ പത്രികയുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തെക്കാട്ട് കൂടുതൽ ശക്തമായ അതിനെതിരെ വിമർശിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഈ പത്രമാണ്. എന്നിരുന്നാലും പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ് പരസ്യം തരാറുണ്ട്, പരസ്യം തരാറുന്നിട്ടില്ല. അതുമല്ലെങ്കിൽ അവർക്ക് ആ പരസ്യം തരുന്നവർക്കെല്ലാം അറിയുകയും ചെയ്യുക അവർക്കെതിരായിട്ട് നാളെ പിറ്റേ ദിവസം രാവിലെ വരാൻ പോകുന്ന വാർത്ത അവർക്കെതിരെയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് ഒരു ദിവസം ഞാൻ എഡിറ്ററായിരുന്ന സമയത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ആദിർ ചൗധരി, അന്ന് ലോക്സഭ നേതാവായിരുന്നു, അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു ഇങ്ങനെ 3 പത്രങ്ങൾ ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള 3 പത്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട്, പരസ്യം അവരുടെ സ്റ്റാൻഡ് കാരണം പരസ്യം കൊടുക്കുന്നില്ല എന്നുള്ള. ഒരു നല്ലൊരു ഒരു പത്രത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പരസ്യക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ എന്താണ് നടക്കുന്നതെന്ന് ന്യൂസ് റൂം ഒരിക്കലും അറിയരുത് എന്നുള്ളത്. കാര്യം നമുക്ക് നമ്മളത് ഇൻഫ്ലുവൻസ്. അപ്പോൾ എനിക്ക് കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം ഇത് അതിർ ചൗധരി പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ അറിഞ്ഞ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൈസ് പത്രങ്ങൾക്ക് തരുന്ന പരസ്യത്തിൻ്റെ അളവ് കുറവുണ്ടെന്നുള്ളത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാര്യം എനിക്കതിന് തെളിവൊന്നുമില്ലായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്രം, പ്രത്യേകിച്ച് ഒരു വലിയ പത്രം, ചെറിയ പത്രങ്ങൾക്ക് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരസ്യം ആവശ്യമുണ്ട്. പക്ഷെ വലിയ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ്, ഇന്ത്യൻ എക്സ്പ്രസ്, വേറെ ഒരുപാട് മനോരമ, മാതൃഭൂമി, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പത്രങ്ങൾ കഴിയുന്നതും ഗവൺമെൻറ് പരസ്യം പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഒരു നാഷണൽ എമർജൻസിക്കോ അല്ലെങ്കിൽ ഒരു ആരോഗ്യമൊക്കെ രീതിയിൽ പത്രങ്ങളുടെ നിങ്ങളുടെ പബ്ലിസിറ്റി കാരണം കൂടെ കൊടുക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത കാര്യങ്ങളിൽ അങ്ങോട്ട് പോയി അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. 2, ഇതൊരു വലിയൊരു മിഥ്യാധാരണയാണ്. സർക്കാർ ഒരുപാട് പരസ്യം കൊടുക്കുന്നുള്ളതായിരുന്നു. സർക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് 2022 വരെ എനിക്കറിയാം, 2022 വരെ ഇവിടുത്തെ വലിയ പത്രങ്ങളിലെ ഒരു മൊത്തം പരസ്യത്തിൻ്റെ 10% പോലും ഗവൺമെൻറ് പരസ്യമായിരുന്നില്ല. അത് അവർ പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം ഗവൺമെൻറ് പരസ്യം കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പൈസ ഒരു പ്രൈവറ്റ് കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കാർ കമ്പനിയുടെ ഫുൾ പേജ് പരസ്യവും ഒരു ഗവൺമെൻറ്റിൻ്റെ ഫുൾ പേജ് പരസ്യം തമ്മിൽ വലിയ ലക്ഷങ്ങളുടെ അന്തരമുണ്ട് പൈസ കിട്ടുന്ന പൈസ. അപ്പം എപ്പോഴും പത്രക്കമ്പനികൾ പ്രിഫർ ചെയ്യുന്ന പ്രൈവറ്റ് അഡ്വർടൈസ്മെൻ്റാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം 26% പരസ്യ റേറ്റ് നമ്മുടെ സർക്കാർ കൂട്ടിയിട്ടുണ്ട്. അതും ഒരു റെവലേറ്ററി മൂവ്മെൻ്റാണ്. കാര്യം നരേന്ദ്രമോദി വന്ന ശേഷം പത്രസമ്മേളനം നടത്താറില്ല, കൂടെ വിദേശത്ത് അദ്ദേഹം കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ റൈറ്റ് വിങ് എപ്പോഴും കൊട്ടിഘോഷിക്കുകയാണ് മോദിക്ക് മീഡിയയുടെ ആവശ്യമില്ല എന്ന്. പക്ഷേ 2024 ഇലക്ഷന് തൊട്ട് മുമ്പ് അദ്ദേഹം ഏകദേശം 80ഓളം ഇൻ്റർവ്യൂ കൊടുത്തു. ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പുള്ള ഒരു 2 മാസത്തിനകം അദ്ദേഹം 80 ഇൻ്റർവ്യൂ കൊടുത്തു. ഇപ്പോൾ ധാരാളം പരസ്യം കൊടുക്കുന്നുണ്ട് പത്രങ്ങൾക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് എവിടെയോ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ മീഡിയ മാനേജറിൽ എന്തൊരു പ്രശ്നമുണ്ട്, അവർക്ക് മാധ്യമങ്ങൾ കൂടെ വേണം എന്നുള്ളത്. അത് വലിയൊരു അഡ്മിഷനാണ്. അതാണ് ഇപ്പോൾ 26% കൂട്ടുകയും ചെയ്തു. എന്താണ് കാര്യം? അപ്പോൾ ഇതിനെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പത്രങ്ങളും മറ്റുള്ളവരും മീഡിയയെക്കുറിച്ച് ചെയ്യുന്ന സ്റ്റോറി പണ്ട് ചെയ്യാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ ആരെങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഗോസിപ്പ് എങ്ങനെ, അല്ലാതെ വളരെ ഒരു മീഡിയ എക്കണോമിക്സിനെ കുറിച്ച് സീരിയസ് ആയിട്ടുള്ള സ്റ്റോറി കണ്ടിട്ടില്ല. അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ഒപ്പേക്കാണ്. ഏറ്റവും കൂടുതൽ ഒപ്പേക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. എല്ലാവരും ട്രാൻസ്പെറൻറ്റ് ആവണമെന്ന് അവർ എഡിറ്റോറിയൽ എഴുതാറുണ്ടെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ ഏറ്റവും ഒപ്പേക്കായിട്ടുള്ളത്. പക്ഷേ ഇതൊരു സ്റ്റോറിയാണ്. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് 26% കൂട്ടിയത്? പരസ്യ റേറ്റ്, അതായത് ഗവൺമെൻറ്
ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപത്തിൽ നിന്ന് 26% അവർക്ക് റേറ്റ് കൂട്ടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് മാധ്യമത്തെ ആവശ്യമുണ്ട് എന്ന് പറയുകയല്ലേ അത്. പരസ്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയം. അപ്പം പരസ്യം വിട്ടുകളയും. എന്നാൽ പോലും ഭരിക്കുന്ന സർക്കാരിനെ മുഷിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ പത്രപ്രവർത്തനം നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഒരു മലയാള മനോരമയോ ടൈംസ് ഓഫ് ഇന്ത്യക്കോ ടെലിഗ്രാഫോ എന്തുകൊണ്ടാണ് അവർക്ക് എന്താ പേടിക്കേണ്ടത്? അപ്പോൾ ഇ ഡി വരും എന്ന് പറയുന്നുണ്ട്. ഇ ഡി വന്നിട്ട് പോട്ടെ, എന്തോ ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് ഇ ഡിയിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവർ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഉപ്പ് കതിനെ വെള്ളം കുടിക്കണം. അങ്ങനെ നിയമം ഒരു ബ്രേക്ക് ഇട്ടുണ്ടെങ്കിൽ അതിന് യു ഹാവ് ടു പേ എ പ്രൈസ് ഫോർ ദാറ്റ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്രങ്ങൾ, വലിയ ബ്രാൻഡുകൾ, ഞാൻ മാതൃഭൂമി, മനോരമ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇവരെല്ലാം ഇന്ത്യയിലെ ഏറ്റവും നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ് ഇവർ ഹയർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും നല്ല ലോയേഴ്സിന്, അതായത് ഒരു മണിക്കൂർ 15 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന ലോയേഴ്സിനാണ് ഇവർ ഹയർ ചെയ്യുക. പിന്നെ ഇവർ ആരെയാണ് പേടിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, പേടിക്കണമെങ്കിൽ ദേ വുഡ് ഹാവ് ഹാഡ് സ്കെൽറ്റൻസ് ഇൻ ദെയർ കബോർഡ്, നമ്മൾ പറയും ഇൻ ദ ക്ലോസറ്റ്, അവർക്ക് ഉണ്ടെന്നുള്ളത്. അതുമല്ലെങ്കിൽ, പക്ഷേ ഇതല്ല പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ, മറ്റ് വ്യവസായങ്ങളുള്ള ഒരു പത്രമേഖലയിൽ വന്നപ്പം അവർ വൾണറബിളാണ്. കാര്യം ഈ പറഞ്ഞ പത്രങ്ങൾ അവർക്ക് എന്ത് ബിസിനസ് എന്ന് പറയാൻ താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പേരുകളിലുള്ള പത്രങ്ങളിൽ ചുരുക്കം 1-2 പേർക്ക് മാത്രമാണ് വേറെ ഒരു വ്യവസായമില്ല, പ്യുവർലി ജേർണലിസം മാത്രം അല്ലെങ്കിൽ മീഡിയ കമ്പനി മാത്രം ഉള്ളത്. മറ്റവർക്കെല്ലാം മറ്റ് പല വ്യവസായം. അപ്പോൾ അവർ കൂടുതൽ വൾണറബിളാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മാധ്യമ ഇതിപ്പോൾ മാത്രമല്ല, BJP ഇരിക്കുമ്പോഴോ കോൺഗ്രസ് ഇരിക്കുമ്പോൾ എല്ലാം ആപ്ലിക്കലുമാണ്. നമ്മൾ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ വേറെ ഒന്നിലും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ അതിൽ മാത്രം. അപ്പോൾ അത്രയും വൾണറബിലിറ്റി കുറയും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഉദാഹരണത്തിന് ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ പത്രം, അവരായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് സമയത്ത് മോദി സർക്കാരിനെ വിമർശിക്കുകയും ഗംഗയിൽ കൂടി മൃതദേഹം ഒഴുകുന്ന ഫോട്ടോ വലുതായിട്ട് പ്രസിദ്ധീകരിക്കുകയും വലിയ തലവേദന ഉണ്ടാക്കി. അതിനുശേഷം അവിടെ ഇ ഡി റെയ്ഡ് നടന്നു. ഏതോ ഒരു ഏജൻസിയുടെ റെയ്ഡ് നടന്നു. പിന്നീട് കേട്ടത് വലിയ തുക ഫൈൻ കൊടുത്തു. പക്ഷേ നമ്മൾ നോക്കേണ്ട അതെല്ലാം സംഭവിച്ചു. പക്ഷേ ആ പത്രം ഇന്നും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതതിൻ്റെ നയമൊക്കെ കുറച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പത്രം ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ BJP ഗവൺമെൻറ് വളരെ നിഷ്ഠുരമാണ്, ഒരുപാട് റിപ്രഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് ഒരു പത്രം പോലും ഇതുവരെ പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. ചില വെബ്സൈറ്റുകളിലേക്ക് പൂട്ടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഒരു പത്രത്തെ പോലും അവർക്ക് പൂട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തു. അപ്പം ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഇത് ചെയ്യുന്നില്ല. പണ്ട് അദ്വാനി പറഞ്ഞ പോലെ കുനിയാൻ പറഞ്ഞപ്പോൾ എഴഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുനിയാൻ പോലും പറയാതെയാണ് ഇവർ സ്വയം ചെയ്യുന്നതെന്നുള്ള ഒരു. അപ്പോൾ ഇത് എനിക്ക് ഈ പേടി എന്ന് പറയുന്നത് വെറും ഒരു മുഖംമൂടിയായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പത്രങ്ങൾ. താങ്കളുടെ തലക്കെട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ളത് ഫോർ ഗുഡ് ഓർ ബാഡ് റീസൺസ് ഒന്നാണ് ആൻറ്റി നാഷണൽ എന്ന് പറയുന്ന ഒരു തലക്കെട്ട്. അപ്പം അങ്ങനെ ഒരു തലക്കെട്ട് കോയിൻ ചെയ്യുന്ന ആ സമയം, ആ ഒരു മൊമെന്റ്, അത് ടെലിഗ്രാഫ് ന്യൂസ് റൂമിൽ എന്തായിരുന്നു അതിൻ്റെ സീൻ? ഇത് ഫൈനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആന്റി നാഷണലിനെ കുറിച്ച് ആദ്യം ഞാൻ ഈ ഹെഡ്ലൈനെ കുറിച്ച് വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ. കാര്യം വളരെയധികം പ്രചാരം കിട്ടിയ ഒരു ഹെഡ്ലൈനാണ്. പക്ഷേ ഞാൻ കോഴിക്കോട്ട് മാതൃഭൂമി ഓഫീസിൽ ഒരു കാര്യത്തിന് പോയപ്പോൾ ഒരു വനിത എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വളരെ മോശമായ ഹെഡ്ലൈൻ, അതൊരു സെക്സിസ്റ്റ് ഹെഡ്ലൈനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ ഹെഡ്ലൈൻ വന്ന ശേഷം എൻ്റെ ഒരു പ്രശ്നവും എൻ്റെ ഒരു ശക്തി എന്ന് പറയാൻ, ഞാൻ സോഷ്യൽ മീഡിയയിലില്ല, ഫേസ്ബുക്കിലില്ല, ഒന്നിലുമില്ല. വാട്സപ്പ് ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അപ്പം പലപ്പോഴും എന്നെപ്പറ്റിയോ എന്നെ ആൾ ചീത്ത വിളിക്കുമ്പോഴോ എന്നെ അതിൽ നല്ല കാര്യങ്ങൾ, ഇത് രണ്ടും ഞാൻ അറിയാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞത് ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മാതൃഭൂമി കോഴിക്കോട്ട് വെച്ച് ഒരു വനിത മാധ്യമപ്രവർത്തനം വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഹെഡ്ലൈൻ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞ പിറ്റേ ദിവസം രാജ്ദീപ് സർദേശായി ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞു, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പത്രത്തിലൊന്നാണ്. രാജ്ദീപ് സർദേശായി പണ്ട് ടെലിഗ്രാഫിൽ ജോലി കിട്ടും, എൻ്റെ കൂടെ ജോലി കിട്ടും. ഞാനന്ന് അവിടെ ഇല്ല. ടെലിഗ്രാഫിൽ അദ്ദേഹം റോയിങ് കറസ്പോണ്ടൻ്റായിട്ട് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ രാജ്ദീപ് സർദേ ട്വീറ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞു. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പേപ്പർ എന്നെ ഇന്ന് വളരെയധികം ഡിസപ്പോയിൻ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ലായിരുന്നു, ഇതൊരു ജെൻഡർ പ്രശ്നമാണെന്നുള്ള ഇത്. ഒരു വനിത എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു കാര്യം കാണും. പക്ഷേ സത്യത്തിൽ സംഭവിച്ച ഇതാണ്, ഈ JNUവിൽ കുട്ടികളെ കയറി തല്ലി ഇവർ കുറേ പേര്. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഇത് ബ്ലെസ്സിങ്സോടെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ ദിവസങ്ങളിൽ വളരെ കലുഷിതമായിരുന്നു. JNUവിൽ ഈ കനയ്യകുമാറും ഉമർ ഖാലിദ്, അനിർബാൻ ഭട്ടാചാര്യ ഇവരെല്ലാം കോടതി കൊണ്ടുവന്നപ്പോഴേക്കും ഇവരെല്ലാം ആൻറ്റി നാഷണൽ ആണെന്ന് പറഞ്ഞ് കുറേ വക്കീലന്മാർ, ഏത് പാർട്ടിയുടെ സപ്പോർട്ടേഴ്സാണെന്ന് പറയണ്ടല്ലോ, അവർ മുദ്രാവാക്യം വിളിക്കുകയും
ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു വക്കീലിനെ തറയിലിട്ട് ശരിക്കും നമ്മൾ ഈ മൃഗങ്ങൾ വളഞ്ഞിട്ടിട്ട് ആക്രമികൾ ചവിട്ടുക അയാൾ. അപ്പോൾ അയാളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ നാസി ജർമ്മനിയിലൊക്കെ പണ്ട് ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ. അതുപോലത്തെ സംഭവം ന്യൂഡൽഹിയിൽ നടക്കുക കോടതിക്ക് മുന്നിൽ. അപ്പോൾ ആ ഫോട്ടോ ഞങ്ങൾ ഇട്ടിട്ട് അതിനെ വലിയ ഒരുപാട് ക്രിട്ടിസൈസ്. ആ സമയത്താണ് ആ ആഴ്ച പിന്നെ രോഹിത് വെമുലയുടെ സൂയിസൈഡ് ഇതെല്ലാം നടക്കുന്ന സമയത്താണ് സ്മൃതി ഇറാനി ഈ പ്രസംഗം പാർലമെൻറ്റിൽ പ്രസംഗത്തിനോടനുബന്ധിച്ചാണ് ഈ തലക്കെട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആൻറ്റി നാഷണൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ കന്നയെ മറ്റുള്ളവരെ ആൻറ്റി നാഷണൽ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രാജ്യദ്രോഹികൾ. എന്നിട്ട് സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞു ഇങ്ങനെ ഭാരത് മാതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ തല മുറിച്ച് വേണമെങ്കിലും ചെയ്യും അത് ഇതെന്ന് പറഞ്ഞിട്ട് രോഹിത് വെമുല ഇങ്ങനെ ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ ഇൻഫൻറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സംഭവം തുടങ്ങി. അപ്പോൾ വ്യക്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്മൃതി ഇറാനിയുടെ ഒരു പൊളിറ്റിക്കൽ സ്പീച്ചായിരുന്നത് 2016-17 അതായത് BJPക്കകത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും കഴിഞ്ഞാൽ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ വ്യക്തമായാണ് ആരെന്നുള്ളൊരു ഒരു ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് സെക്കൻഡ് ലൈൻ അമിത്ഷായും മോദിയും അന്ന് ഏകദേശം ഒരേ ലെവലിൽ ആ സെക്കൻഡ് ലൈൻ ആരാണ് ഇതിനകത്ത് ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ പ്രൊപ്പണൻ്റ്, ഏറ്റവും വലിയ അഡ്വക്കേറ്റ് എന്നുള്ളൊരു സ്പേസ്. അതിനകത്ത് പല സെക്കൻഡ് റാങ്ക് ലീഡേഴ്സും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഞാനാണ് ഇതിന് ഏറ്റവും മുന്നിൽ നിന്നൊരു പ്രഖ്യാപനം, അത് ആ ഒരു പ്രസംഗം അതൊരു ഡിക്ലറേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആൻറ്റി നാഷണൽ അതിലുള്ള ANTA എന്നുള്ളതിനെ പൺ ചെയ്ത് ഇവരൊരു വനിതയാണ്ട് ആൻറ്റി എന്ന് അമ്മായി എന്നുള്ള രീതിയിൽ എഴുതിയത്. അപ്പോൾ തികച്ചും ഒരു പൊളിറ്റിക്കൽ ഹെഡ്ലൈൻ എന്ന രീതിയിലാണ് ആ ഹെഡ്ലൈൻ കൊടുത്തത്. പക്ഷേ പുറത്ത് വന്ന് പറഞ്ഞു പലരും വിചാരിച്ചത് അവരുടെ വയസ്സ് ഏജിസമാണെന്ന് പറഞ്ഞു. അതായത് ഇത്രയും ചെറുപ്പക്കാരെ ഒരു സ്ത്രീയെ എങ്ങനെ ആൻറ്റി ചെയ്ത് വിളിക്കുക, അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. പക്ഷേ അത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ന്യൂസ് റൂമിൻ്റെ ഒരു സൈഡിലാണ് ഡിസൈനേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരോട് ഇരുന്ന് ഇതിങ്ങനെ അപ്പം ഞാൻ ഈ ആൻറ്റി നാഷണൽ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എഴുതുന്ന ആൾ ANTA അപ്പം ഞാൻ പറഞ്ഞു AUNT. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ താങ്കൾ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ അതൊരു താഴെ ഒരു ചുവന്ന വര വരും. കമ്പ്യൂട്ടർ നമ്മൾ പറയാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പം എൻ്റെ ഡിസൈനർ വേണ്ടത് സാർ അത് തെറ്റാണ്, നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റി പറയാം. ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ എഴുതൂ. അപ്പം ഇത് അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആൻറ്റി നാഷണൽ ANTA. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ, അപ്പോൾ ഞങ്ങളുടെ ന്യൂസ് റൂമിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബാക്കി റിപ്പോർട്ടേഴ്സ് സബ് എഡിറ്റേഴ്സ് അവരെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ എണീറ്റ് നിന്നിട്ട് അതിലേക്ക് നിന്നു. അപ്പോൾ വലിയ പോയിന്റ് സൈസിലാണിത്, എല്ലാവരും കാണാം. അപ്പോൾ അയാളൊക്കെ പൊട്ടിച്ചിരിച്ചു. അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് നോക്കി എല്ലാവരും ചിരിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ദ ഹെഡ്ലൈൻ. അതിന് യാതൊരു സംശയമില്ല. നമ്മളും എന്തൊക്കെ പറഞ്ഞാലും പോപ്പുലർ ഇതിനകത്ത് നമ്മളും പെട്ടുപോകും. ഒരു പോപ്പുലർ അപ്സ് എന്നുള്ളത്. ഇപ്പോൾ പോപ്പുലർ ടൈഡിൽ അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും സ്വയഡാവാൻ പാടില്ല. ഇതാണ് സംഭവിച്ചത്. അന്ന് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വനിതയെ അപമാനിക്കണമെന്നോ ജെൻഡർ ബേസ്ഡ് ഇതാണെന്നോ എനിക്ക് എൻ്റെ മനസ്സിലില്ല. പക്ഷെ പിന്നീട് കേരളത്തിലെ ആ വനിത എന്നോട് പറഞ്ഞു, പിന്നെ കേരളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരി എന്നോട് പറഞ്ഞു ഈ ഹെഡ്ലൈനിനോട് യോജിക്കാനോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കാറില്ല. പക്ഷേ താങ്കളുടെ അവസരം തന്നുകൊണ്ട് 1-2 കോളേജുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതാണ് വിശ്വസിക്കാം ഇല്ലെങ്കിൽ. പക്ഷേ വേറൊരു പ്രതുണ്ട്, ഈ ഹെഡ്ലൈൻ പിൻവലിക്കണമെന്ന് വലിയ ആവശ്യം പലയിടത്തും വന്നു. അത് ഇന്നുവരെ അവർ ഞാൻ എഡിറ്ററായിരുന്നു പിൻവലിച്ചിട്ടില്ല. ഇപ്പം പിൻവലിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഐ സ്റ്റാൻഡ് ബൈ ദ ഹെഡ്ലൈൻ. പക്ഷേ ഇന്ന് ഇത്രയും വനിതകളെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ കൊടുക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ ഒബ്ജക്ടിവിറ്റി ന്യൂസ് എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണെന്ന് ചോദ്യമുണ്ട്. അതായത് ന്യൂസ് ഏജൻസികൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരു എത്തിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ആവശ്യമുണ്ടോ? അത് ടു ബി ഒബ്ജക്റ്റീവ് പോസിബിൾ ആണോ? ഒബ്ജക്റ്റീവിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സർക്കാരുകളും എല്ലാവരും ഇൻഫർമേഷൻ വളരെ ഒപ്പേക്കാണ്. നമുക്കറിയില്ല ഫുൾ സ്റ്റോറി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഫുൾ സ്റ്റോറിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചരിത്ര പുസ്തകം എഴുതേണ്ടി വരും. ഒരിക്കലും ഒരു ജേർണലിസം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ സത്യത്തിന് ട്രൂ അവർ ജേർണലിസം ഇസ് ട്രൂത്ത്, അല്ലെങ്കിൽ ഒന്ന് ഷോയിങ് ട്രൂത്ത് ടു പവർ എന്നോ ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ പറയാനാണ്. എന്താണ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് റൂമിൽ നമ്മൾ വൈകുന്നേരം 8 മണിക്ക് ഹൈ പ്രഷർ ഡെഡ് ലൈൻ പ്രഷറാണ്, 3 മണിക്കൂറിൽ ആദ്യത്തെ എഡിഷൻ റിലീസ് ചെയ്യണം. ഇതിനകത്ത് ട്രൂത്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് 7:45 അല്ലെങ്കിൽ 8 മണിക്ക് അയാളുടെ ഫൈനൽ കോപ്പി ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്ത് ട്രൂത്ത് ആരും സംസാരിക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ
സർക്കാരുകളിൽ നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനത്തിൽ കയറി പോകാൻ പോലും പറ്റില്ല. കാര്യം എല്ലായിടത്തും ഇപ്പം നമ്മൾ പേര് എൻ്റർ ചെയ്യണം, കാർഡ് സ്വൈപ്പ് ചെയ്യണം, ഇതെല്ലാം ചെയ്ത് നമ്മുടെ പ്രസൻസ് റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ സോഴ്സസ് നമ്മൾ സംസാരിക്കുമോ? നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ രാജഗോപാൽ ഇതിനെ പത്രം ടെലിഗ്രാഫ് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയോ ഒരു സെക്രട്ടറിയോ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയെ കണ്ട ശേഷം പിറ്റേ ദിവസം ടെലിഗ്രാഫിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ മന്ത്രിയെക്കുറിച്ച് വാർത്ത വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ് സോഴ്സിനെ കണ്ടുപിടിക്കാൻ. അപ്പം ജേർണലിസ്റ്റിൽ ഏറ്റവും ഡേഞ്ചറസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സീക്രട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാത്തതും ഒരു സ്റ്റോറി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷുവർ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സെക്കൻഡ് പാരഗ്രാഫിലോ അല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫിലോ വളരെ വ്യക്തമായിട്ട് പറയണം എന്താണ് സത്യം നമുക്കറിയില്ല. കാര്യം വി ഡോണ്ട് നോ. നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില പത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വെളിയിലേക്ക് വാട്ട് വി ഡോണ്ട് നോ എന്ന് പറയും. പണ്ട് വാട്ട് വി നോ എന്നുള്ള ഒരു ജേർണലിസം, ഇപ്പം വാട്ട് വി ഡോണ്ട് നോ എന്ന് പറഞ്ഞിട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സർക്കാരിൻ്റെ കടമയാണ് ഈ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ ഒരു കോടതി ഇടപെട്ട് അറിയിക്കേണ്ടതാണെന്നും കൂടെ പറഞ്ഞു. അങ്ങനെ നമുക്കെന്ത് അറിയില്ല എന്ന് പറയാൻ ഇപ്പോഴും നമ്മൾ തയ്യാറ്. എല്ലാവരും പറയുന്നത് ഉദാഹരണത്തിന് ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവർക്കും അറിയാം എല്ലാ സംഭവത്തിൽ. ഇതെങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് പത്രക്കാർക്ക് എല്ലാ പത്രക്കാരും എക്സ്പ്ലെയിൻ ചെയ്യണം, അവർക്കെല്ലാം അറിയാം. അതുവരെ അറിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ബീഹാറിൽ എന്താ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ടങ്ങ് പറയുകയാണ്. ആ പറഞ്ഞ് അതങ്ങ് സീൽ ചെയ്ത് ചാപ്റ്റർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ക്രൈം അഗൻസ്റ്റ് ഇലക്ഷൻസ് എടുക്കാം. നമുക്ക് ഇപ്പോഴും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. കണക്ക് കൂട്ടാനിരിക്കുന്നതുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കും. അതിന് മുമ്പ് അതിനെ അങ്ങ് വനിതകൾക്ക് പൈസ കൊടുത്തുകൊണ്ടാണ്, മറ്റേത് ചെയ്തുകൊണ്ട് SIR ഉള്ളതാണ്, ഇങ്ങനെ പറഞ്ഞ് അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിബേറ്റ് ഇല്ലല്ലോ. പിന്നെ ആർക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തറിയില്ല എന്ന് പറയാൻ അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ജേർണലിസം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പം ഉദാഹരണം ഇപ്പം ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ ആരാണ് വധിച്ചതെന്ന് പറയാൻ നമ്മൾ ഗോഡ്സെ എന്ന് പറയാൻ പറ്റും, അല്ല ഏത് ഐഡിയോളജിയാണ് ആരായത് അതിൻ്റെ പിന്നിൽ നിന്ന് പറയാനുള്ള ധൈര്യം ട്രൂത്ത് അറിയാമെങ്കിൽ പോലും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ ഫ്ലോറിൽ ജനങ്ങളോടായിട്ടൊരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ പറ്റാത്ത വാക്കുകൾ എന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ തുടങ്ങിയ സാധനങ്ങളൊന്നും പണ്ട് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ന്യൂസ് ബുള്ളറ്റിൻ ആണെങ്കിൽ പോലും അതിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഒരു സിഗ്നേച്ചർ ബിറ്റായിട്ടൊരു കമൻട്രി ഫ്രം ദ ആങ്കർ ഉണ്ടാവാറുണ്ട്. ചില മാധ്യമങ്ങളിൽ ആ കമൻട്രിക്കായിട്ടൊരു എക്സ്റ്റെൻഡഡ് ടൈം തന്നെ കൊടുക്കുന്നുണ്ട്, ദ വ്യൂ ഓഫ് എൻ ആങ്കർ. ഇപ്പോൾ വ്യൂ ഓഫ് എൻ ആങ്കർ വേഴ്സസ് ദ വ്യൂ ഓഫ് ദ ചാനൽ എന്നുള്ളത് ഇപ്പോൾ വളരെ മറ്റതിന് കൂടുതൽ പ്രാധാന്യം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് തന്നെ വലിയൊരു ഡിബേറ്റാണ്. ന്യൂസും വ്യൂസും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വളരെയധികം വ്യൂസ് എൻ്റെ പത്രത്തിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയില്ല. എന്നാലും വ്യൂസ് മിക്സ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ പറ്റുന്ന വ്യൂസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡേറ്റ വേണം, ബാക്കപ്പ് ചെയ്യാനായിട്ട് റിപ്പോർട്ടിംഗ് വേണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്തെന്നുള്ള ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ടെലിവിഷൻ കാണാറില്ല. അപ്പോൾ അത് കാണാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും വലിയ പരാതി ഈ വൈകുന്നേരം ഈ ഓരോ നിരീക്ഷകരെയും സ്പോക്സ് പേഴ്സൺ എന്നുള്ള പറയുന്ന ആളുകളെയും വിളിച്ചിരുത്തിയിട്ട്, ഞാൻ ഉദാഹരണത്തിന് നമ്മളൊരു ന്യൂസ് റൂം, ട്രഡീഷണൽ ന്യൂസ് റൂം, ഏത് മോഡേൺ ന്യൂസും ഒരു ഓൺലൈൻ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു പാർട്ടിയുടെ വക്താവ് നമുക്കൊരു പത്ര കുറിപ്പ് എഴുതി തരികയാണ്. നമ്മൾ അതുപോലെ പ്രസിദ്ധീകരിക്കുമോ? നമ്മളത് എഡിറ്റ് ചെയ്യുക സാധാരണ ഒരു 2 പേജ് തരികയാണെങ്കിൽ അതിൽ 1-2 പാരഗ്രാഫ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ടെലിവിഷൻ സംഭവം ഇവർ പറയുന്നത് ഒരു എഡിറ്റിങ്ങോ ഒരു രീതിയിലുള്ള ഓഡിറ്റിങ്ങോ എല്ലാം അങ്ങ് വെള്ളം പോലും കേൾപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സംഭവം എഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ വായനക്കാരൻ്റെ സമയത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, വായനക്കാരൻ്റെ ഇൻ്റലിജൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, വായനക്കാരൻ്റെ അഭിപ്രായത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇതുകൊണ്ടല്ലേ നമ്മളൊരു കാര്യം എഡിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ തെറ്റുകളോടുകൂടിയും എല്ലാം വളരെ ലൂസായിട്ടുള്ള ഫ്രേസിങ്ങോടുകൂടിയും ഒരു പ്രസ്താവന നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്താൽ പോരെ. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വായനക്കാരനെ ബഹുമാനിക്കുന്നുവെന്ന് നമ്മൾ അതൊരു കൺവേ ചെയ്യണം. ഒരു അൺഡിക്ലെയർഡ് ഒരു കമൻ്റ്, ഒരു കമ്മിറ്റ്മെൻ്റാണ് നമ്മൾ വായനക്കാരന്. ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ടെലിവിഷനിലൊക്കെ കാണുന്നത് എന്താണ്? തീരെ ഒരു തരത്തിലും പ്രേക്ഷകരെ ബഹുമാനിക്കാത്ത ആരെന്ത് പറഞ്ഞാലും അതുപോലെ കേൾപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു
ഒരു പാതകം എന്ന് തന്നെ പറയുന്നത്. അപ്പം താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ അതിനകത്ത് വരും. അതായത് ഒന്നുകിൽ ഇവരെ പഠിപ്പിക്കണം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്, ഈ വരുന്നവരെ, അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ ആ സ്പോട്ടിൽ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടില്ല. അവർ പറയുന്നത് സത്യമാണോ അല്ലയെന്ന് കാണുകയാണുള്ള സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഡിലേഡ് ഈ ലൈവ് ചെയ്തിട്ട് കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എല്ലാത്തിലും ലൈവ് ചെയ്യണമെന്ന് നിർബന്ധം എന്താണ്? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ പത്രങ്ങളിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നൊരു പൊസിഷൻ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചില സ്റ്റോറികളുടെ പിന്നാലെ ഒരു മാസങ്ങളോളം തുടർച്ചയായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ പല സ്ഥാപനങ്ങളിലും ഈ മറ്റു പല റുട്ടീൻ വർക്കുകളും ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഫ്യൂച്ചർ അസ്തമിച്ചു തുടങ്ങുകയാണോ? അതുപോലെ ഗ്രാൻഡോ അല്ലെങ്കിൽ NGO ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം ഇപ്പം കാരവാനായാലും അങ്ങനെ ചിലർ മാത്രം നടത്തുന്ന ഒന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം മാറിയിട്ടുണ്ടോ? 96, 92, 94 ബസ് ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ നമ്മൾ ട്രഡീഷണൽ യാർഡ് സ്റ്റിക്ക് വെച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം തകിടം അങ്ങനെ തന്നെ വേണം. ഡിസ്ട്രപ്ഷൻ അല്ല എല്ലായിടത്തും. അതുകൊണ്ട് നമ്മുടെ യാർഡ് സ്റ്റിക്സ്, അന്നത്തെ യാർഡ് സ്റ്റിക്സ് ഇപ്പോൾ ഉപയോഗിക്കാമെന്ന് പറ്റുമെന്നറിയാം. എന്നാലും നമ്മൾ ഒരു ജനറൽ ബേസിക് ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജേർണലിസ്റ്റിന് അറ്റ്ലീസ്റ്റ് ഞാൻ ജനിച്ച ശേഷം ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എമർജൻസി കഴിഞ്ഞിട്ടുള്ള 1978 മുതൽ ഏകദേശം 92, 93, 94 എന്നും പറയാം, അതുവരെ ഉള്ളൊരു പീരീഡാണെന്ന് പറയാം. അതായത് ഭഗൽപൂർ ബ്ലൈൻഡിങ്സ്, നേരത്തെ പറഞ്ഞ ഒരു വനിതയെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു റിപ്പോർട്ടർ വില കൊടുത്ത് വാങ്ങിക്കുന്നു, രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവരുന്നു, കമല, അങ്ങനത്തെ സ്റ്റോറി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. അതായത് ഇന്ത്യയിൽ പൈസ കൊടുത്ത്, അതായത് ഒരു പോത്തിനെ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് വിലയ്ക്ക് ഒരു വനിതയെ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റും എന്ന് അദ്ദേഹം, അശ്വിനി സെറിൻ, അദ്ദേഹം തെളിയിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു അതെല്ലാം ജേർണലിസ്റ്റിൻ്റെ ഗോൾഡൻ മൊമെൻ്റ് എന്ന് തന്നെ പറയാം. അത് കൾമിനേറ്റ് ചെയ്യുന്ന ബോഫേഴ്സ് വരുന്നു. പിന്നെ അതിനുശേഷം കൾമിനേറ്റ് ചെയ്യുന്ന ആക്ച്വലി സെക്യൂരിറ്റി സ്കാം, സുജാത ദലാൽ ബ്രേക്ക് ചെയ്ത, ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ബ്രേക്ക് ചെയ്ത സെക്യൂരിറ്റി സ്കാം എന്നുള്ള സ്റ്റോറി 92. അത് കഴിഞ്ഞ് പിന്നൊരു ഫേസ് വരുന്നത് ഈ 2009 ശേഷം മൻമോഹൻ സിംഗിൻ്റെ UPA 2 സമയത്ത് ഈ 2G ഇത് പറയുന്നത്, അതെല്ലാം 2Gയുടെയൊക്കെ സ്കാം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയം വരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് CAG റിപ്പോർട്ടിൻ്റെ പുറത്ത് അന്നത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, വേറെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ 2014 ശേഷം താങ്കൾ പറഞ്ഞ ഏകദേശം ഒരു 2020 വരെയൊക്കെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. കാര്യം ഇനിയൊരു സ്കോപ്പില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഓൺലൈൻ സ്പേസിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വേണ്ട രീതിയിൽ അവരുടെ കഴിവ് വെച്ച് അവർ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്, ഈ ഞാൻ പറഞ്ഞ സ്ക്രോള്, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ട്രി, വയറാണ് അതിന് തുടക്കം ഇട്ടത്. അമിത്ഷായുടെ മകൻ്റെ ബിസിനസ്സിനെ കുറിച്ച് റിപ്പോർട്ട് വെച്ച് വളരെ കൺസിഡറബിൾ റിസ്ക് ടു ദംസെൽവ്സ്. കാര്യം ഇപ്പോഴും കേസ് നടക്കുകയാണ് ഗുജറാത്തിൽ, അവർക്കെതിരെ കേസ് വയർ അതെല്ലാം ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടാറ്റ സ്ക്രോളിൻ്റെ ആ സ്റ്റോറി ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അത് മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലും ആ പത്രമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സീരിയസ് ആയിട്ട് ചെയ്തത് ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണെന്ന് തോന്നുന്നു. ഒരു 5 വർഷം മുമ്പ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ഒട്ടും ഹോപ്പില്ലാതെ ഞാൻ ഉത്തരം പറയുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് വളരെ നല്ല ഹോപ്പാണ്. അത് താങ്കൾ പറഞ്ഞ പോലെ NGOസും മറ്റ് നോൺ പ്രോഫിറ്റ് ഗ്രാൻഡ് പൈസ ആവശ്യമുണ്ട്, അതൊക്കെ കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ട്രി ഒരു നല്ലൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്റ്റോറി സ്പെസിഫിക് ഡൊണേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റിലീജിയസ് മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഞങ്ങളങ്ങനെ ഒരു സ്റ്റോറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് 1,70,000 രൂപ, അല്ലെങ്കിൽ 1,60,000 രൂപയാണ് ചിലവ്. കാര്യം ട്രാൻസ്പോർട്ടിന്, ഹോട്ടൽ, ഇതെല്ലാം കണക്ക് കൂട്ടി അവർ വായനക്കാരുടെ മുന്നിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഈ സ്റ്റോറി ചെയ്യാം, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് എപ്പോഴാണ് 1,60,000 ആകുന്നത് അപ്പോൾ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യേണ്ട, വി ഹവ് റീച്ച് ദാറ്റ് തിങ്. ആ പൈസ ഉപയോഗിച്ച് അവരിപ്പോൾ 3-4 സീരീസ് അവർ ചെയ്തു കഴിഞ്ഞു. ഇത് എക്കാലവും സക്സസ്ഫുൾ ആവുന്ന മോഡലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ മുന്നോട്ടുള്ള വഴി ഇത് തന്നെയാണ്. കൊളാബറേഷനും
ഇങ്ങനെയുള്ള ആളുകളുടെ ഉള്ള ഹെൽപ്പ്, ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. നമ്മൾ വളരെ മനസ്സിലായി. അപ്പോൾ ഇത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്റ്റോറികൾ. അപ്പം ഇതെല്ലാം വളരെ ചെറിയ സ്റ്റിറിങ്സ് ഓഫ് ഹോപ്പ്, ചെറിയ ഈ ആശാകിരണങ്ങളെന്നെ പറയാൻ പറ്റുള്ളൂ. അത് കൂടുതൽ ശക്തി ആർജിച്ച് വരും എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ സ്ക്രോൾ ചെയ്ത ടാറ്റ സ്റ്റോറി ചെയ്ത ശേഷം 2 ദിവസം മുമ്പ് ആ സ്റ്റോറി ചെയ്ത ആയുഷ് തിവാരി, അദ്ദേഹവും ആ സ്ക്രോളിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സുപ്രിയ ശർമ്മയും കൂടി ഒരു ഇൻ്റർവ്യൂ, അവർ സ്ക്രോളിൻ്റെ വെബ്സൈറ്റിൽ അവരൊരു ഇൻ്റർവ്യൂ, അത് നമുക്കവിടെ പോയ ഞാൻ പറയുന്ന ഇന്ത്യയിലെ എല്ലാ ജേർണലിസ്റ്റുകളും ജേർണലിസ്റ്റ് സ്റ്റുഡൻസും അത് പോയി കാണണം എന്ന്. 20-25 മിനിറ്റേ ഉള്ളൂ ആ ഇൻ്റർവ്യൂ. അപ്പോൾ അവരെങ്ങനെയാണ് ഈ സ്റ്റോറി ചെയ്തതെന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ സ്റ്റോറി അവസാനിപ്പിക്കുന്നത് സുപ്രിയ ശർമ്മ എക്സിക്യൂട്ടീവ് എഡിറ്റർ അവരുടെ ഈ കാണികൾക്ക് ഒരു ഉറപ്പ് നൽകുന്നു, വിൽ കണ്ടിന്യൂ ടു ഡൂ ദിസ് എന്നുള്ള. അതൊരു വലിയൊരു ഒരു ശക്തിയാണ് മറ്റ് പത്രത്തോട് അങ്ങനെ ഒരു എഡിറ്റർ അങ്ങനെ പറയാൻ കഴിയുന്ന എന്നുള്ള കാര്യം. അത് മാത്രമല്ല, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ സാധാരണ വ്യൂവർഷിപ്പ് കുറവാണെന്ന് പറയാം. ഈ പർട്ടിക്കുലർ ഈ ഇൻ്റർവ്യൂ ഞാൻ അവസാനം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 72,000-74,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹോപ്പ് തരുന്ന കാര്യം പൊതുവേ ഇംഗ്ലീഷ് അധികം കാണാറില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല. അപ്പം ഇത് പ്രത്യേകിച്ച് ഈ ഇൻ്റർവ്യൂ എല്ലാവരും കാണേണ്ടതാണ്. അപ്പം നമ്മുടെ ഇതെല്ലാം ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണെന്ന് പറഞ്ഞ് വേണേൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ വക്കോൽ തുരുമ്പിനെ പോലും പിടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ്റെ മാധ്യമ രംഗം. ഇപ്പം അത് പിടിക്കുക തന്നെ വേണം. ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ആഗോളതലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു കാലത്ത്, ഈ ഒരു ഡിജിറ്റൽ കാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഏറ്റവും വലിയ വെല്ലുവിളി ഇത് വയബിൾ ആക്കുക എന്നുള്ള. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ മാധ്യമത്തിൽ ഒന്ന് ലാഭം ഉണ്ടാകും. ലാഭം എന്താണ് ഉണ്ടാകും? കാര്യം അവിടെ ജോലി ചെയ്യുന്ന എഡിറ്റേഴ്സും മറ്റുള്ളവർക്കും മറ്റെല്ലാ വിഭാഗത്തിലുള്ളവർക്കും മാന്യമായ രീതിയിൽ ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യം. ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിലോട്ട് പോകുന്നത്. ഒരു മാധ്യമം സ്വതന്ത്രമായിരിക്കണമെങ്കിൽ അവർക്ക് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഒരു വയബിൾ മോഡൽ ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എല്ലാവരും പലതും ട്രൈ ചെയ്യുന്നുണ്ട്. ഡൊണേഷൻ ബേസ്ഡ്, പിന്നെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ ട്രൈ ചെയ്യുന്നുണ്ട്. പല മോഡലുകളും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഡെയിലി മെയിൽ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഒരു പത്രം, ന്യൂയോർക്ക് ടൈംസ്, ഈ 3-4 ഗ്രൂപ്പുകൾ മാത്രമാണ് ലോകത്തിൽ ഈ പ്യുവർലി ഓൺലൈൻ ഇതിൽ കൂടി ലാഭം ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർ ലാഭം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന സാധാരണ രീതിയിൽ അവർ ഹെവിലി സബ്സിഡൈസ്ഡ് ആണ്. കാര്യം അവരുടെ ലെഗസി മീഡിയ റിപ്പോർട്ടേഴ്സും എഡിറ്റേഴ്സും കൂടി ഇതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ കണക്കിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കൊരു വയബിൾ, ഞാൻ പറയുന്നത് വലിയ ബിഗ് മീഡിയ വേൾഡ് വൈഡ് അല്ലെങ്കിൽ നാഷണൽ ടൈപ്പിലുള്ള ഇൻഡിവിജ്വൽ മീഡിയസ് ലാഭം ഉണ്ടാക്കും. ഇപ്പോൾ രവീഷ് കുമാറിനെ പോലുള്ളവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ഒരാൾ ഡ്രിവൺ, ഞാൻ ഉദ്ദേശമല്ല വലിയൊരു സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ ഏറ്റവും പ്രശ്നം ഇതാ. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 5-6 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു മോഡൽ കണ്ടുപിടിക്കപ്പെടും. കാര്യം ഈ ഒരു വാക്യൂം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടുപിടിക്കപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഈ അടുത്ത് ഉണ്ടായ കുറച്ച് സംഭവവികാസങ്ങൾ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആക്ഷേപം വരുന്നു, അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. അതിലൊരു ലീഗൽ പ്രൊസീജിയർ നടന്നിട്ടില്ല, പക്ഷേ ഒരു മോറൽ ആർഗ്യുമെൻ്റ് നടക്കുന്നു. അതിൻ്റെ അകത്ത് ഓഡിയോ ക്ലിപ്പിംഗ്സ് ലീക്കാവുന്നു. മാധ്യമങ്ങൾ ഒരു 2-3 മാസം ചർച്ച ചെയ്ത ശേഷം സംഗതി ലീഗൽ ടേൺ എടുക്കുന്നു, പരാതി വരുന്നു, വിഷയം കൂടുതൽ സീരിയസ് ആകുന്നു. അവിടെയാണ് ഈ മീഡിയ ട്രയൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതാണോ? അതിനിപ്പം നല്ല മീഡിയ ട്രയൽ, മോശം മീഡിയ ട്രയൽ അങ്ങനെയുണ്ടോ? ഇല്ല, ഇതിനകത്ത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഞാനെപ്പോഴും ഇങ്ങനെയുള്ള കാര്യമുള്ള ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. ഇങ്ങനൊരു സംഭവം വരികയാണ്. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോയ്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്, ഐ വിൽ ടിൽറ്റ് ഇൻ ഫേവർ ഓഫ് വാട്ട് ദ മീഡിയ ഡിഡ് എന്നാണ്. ഞാൻ കേരളത്തിൽ ഞാനും അങ്ങനെ ചെയ്യുള്ളായിരുന്നു. കാര്യം ഞാൻ പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഹി ഷുഡ് ബി റെഡി ഫോർ ദിസ്. ഹി ഷുഡ് ബി റെഡി ടു ഫേസ് എനി ക്വസ്റ്റ്യൻ, എനി ട്രയൽ, എനി ടെസ്റ്റ്. അതൊരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട ഇത്. അത് ഫെയർ ആണെന്ന് വെച്ചാൽ അൺഫെയർ ആണ് തീർച്ചയായിട്ടും. ഒരു മനുഷ്യൻ്റെ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വേറെ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഓഡിയോ ടേപ്പ് വരികയാണെങ്കിൽ അത് പ്ലേ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഡിസിഷനാണ്. ചിലരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ള, എനിക്കറിയാം. വളരെ വളരെ ഹൈ മോറൽ. പക്ഷെ എനിക്കൊന്നും അങ്ങനെയുള്ളൊരു മോറൽ പറയാനുള്ള യോഗ്യതയില്ല. അങ്ങനെയുള്ള കാര്യം പല ബൈ ഹുക്ക് ഓർ ക്രൂക്ക് സ്റ്റോർ ചെയ്യണമെന്നൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോൾ എനിക്കത് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ റെക്കോർഡ് വെച്ച് ഞാൻ അങ്ങനെ, പക്ഷേ അങ്ങനെ ഉള്ളവരെ എനിക്കറിയാം. 1-2 ജേർണലിസ്റ്റുകൾ എനിക്കറിയാം വളരെ ഇതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷേ
ഞാൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റൺ ചെയ്യുമായിരുന്നു. പണ്ടത്തെ കാലത്ത് ഇപ്പം റേഡിയോ തൊട്ടുണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ നോക്കുകയാണെങ്കിൽ, റെവല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ, ഇപ്പം ന്യൂസ് തന്നെ കാര്യമായിട്ട്, TV ന്യൂസ് തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സാർ അതിനെ എങ്ങനെ കാണുന്നു? ഒരു പണ്ട് സ്ട്രേറ്റ് ഫേസ് ആയിരുന്നു വായിച്ചിരുന്ന ബുള്ളറ്റിൻസ്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു... അല്ല, എനിക്കങ്ങനെ ചേഞ്ചസിനോട് ഞാൻ ഒട്ടും എതിരെയുള്ള ആളല്ല. ചേഞ്ചസ് വരണം എന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഇപ്പോൾ BBC, CNN ഇവരെയൊക്കെ ഒരുപാട് നമുക്ക് അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം കുറ്റം പറയാം. പക്ഷേ അത് പലപ്പോഴും എനിക്കത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാൻ തോന്നില്ല. കാര്യം അവരുടെ എന്തോ ഒരു മെസ്മറൈസിങ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ വലിയ കാസ്റ്റ് സ്പെൽ എന്ന് അവർ പറയുന്ന രീതിയാണോ, അവരുടെ ഭാഷയാണോ, കണ്ടന്റ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്പെല്ല് എനിക്ക് ഇവിടെ പലപ്പോഴും കിട്ടാറില്ല. കാര്യം BBC CNN നമുക്ക് അണച്ചിട്ട് പോകാൻ തോന്നില്ല. ഒന്നും കൂടെ അടുത്ത സെൻറ്റൻസും കൂടെ കേൾക്കുക, അടുത്ത സെൻറ്റൻസും കൂടെ കേൾക്കുന്ന ഒരു വളരെ ഒരു മനോഹരം എന്ന് പറയുന്ന രീതിയിൽ വാർത്ത എങ്ങനെ ആവണമെന്ന് ക്വസ്റ്റ്യൻ വരും, മനോഹരമാകണം എന്നുള്ള രീതിയിൽ. അതെനിക്ക് തോന്നാൻ പ്രധാന കാരണം ഒന്ന് ലാക്ക് ഓഫ് ഇൻഫ്ലുവൻസ്. കാര്യം ഞാൻ പറഞ്ഞു, എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നൽ വരണം. ഞാനൊരു കാര്യം, സമയം എൻ്റെ നമ്മുടെ എല്ലാവരുടെയും സമയം വളരെ വിലപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ആ സമയം നിങ്ങളുടെ ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ തിരിച്ചത് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അതിന് പകരം വളവെന്ന് ഇങ്ങനെ ഒരാളുടെ തന്നെ അഭിപ്രായം ഇങ്ങനെ അത് പറഞ്ഞോളൂ. പക്ഷെ അതിന് ഇൻഫർമേഷൻ ബാക്ക്ഡായിട്ട്, ഡേറ്റ ബാക്ക്ഡായിട്ട് അത് പറയുന്നില്ല. ഞാൻ ഒരു ദിവസം ഇവിടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഡിറ്റർ പറയുന്ന കേട്ടു, ടെലിവിഷൻ എഡിറ്റർ ലൈവായിട്ട്, അതായത് ബംഗാളിൽ മറ്റേ ബൈക്യാമറ ലെജിസ്ലേച്ചറാണ്. ബംഗാളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ബൈക്യാമറ നല്ലത്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് വളരെ വളരെ അതോറിറ്റേറ്റീവാണ് ഇവർ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് പോലും അറിയാത്ത, ബംഗാളിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ഇവരിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരു തവണ നമ്മളിങ്ങനെ ഒരു ഇത് കേൾക്കും, പിന്നെ ആ മനുഷ്യനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിരിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. അല്ലെങ്കിൽ തെറ്റില്ല, ഞാനും ഒരുപാട് തെറ്റ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിറ്റേ ദിവസം പറയും എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയാനല്ലോ. അതുപോലെ സത്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലൈറ്റിനെക്കാട്ട് സ്പീഡിലോ സൗണ്ടിനെക്കാട്ട് സ്പീഡിൽ മിസൈൽ, അങ്ങനെ ഒരു സംഭവം പോസിബിളാണ്. അപ്പോൾ കുഴപ്പമില്ല, ആവേശത്തിൽ നമ്മൾ പറയും ഇങ്ങനെ സ്റ്റുഡിയോയ്ക്കകത്ത് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ മെച്യൂരിറ്റിയും ക്യാരക്ടറും കാണിക്കുന്നത് പിറ്റേ ദിവസമോ അല്ലെ എപ്പോഴാണോ ഇതിനെക്കുറിച്ച് നമുക്ക് ബോധവന, അപ്പോൾ നമ്മളൊരു സ്ക്രോൾ എഴുതി കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ട് അല്ല, കോടതി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വയം പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റി, ആവേശത്തിൻ്റെ പറ്റിയതാണ് തെറ്റ്, ഇങ്ങനൊരു സംഭവം പോസിബിൾ അല്ല ഈ സ്പീഡിൽ മിസൈൽ, അത് തെറ്റ് പറ്റിയാണെന്ന് പറയാം. അത് പറയാനുള്ളൊരു അതുപോലെ ആ സമയത്ത് സിന്ദൂറിൽ എന്തെല്ലാം ക്ലെയിംസ് നമ്മൾ പറഞ്ഞു ആയിരിക്കാം, പക്ഷെ പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ചെയ്യണ്ടേ അതിനെക്കുറിച്ച്, അത് ചെയ്യാനുള്ള ഇത് കാണിക്കുന്നില്ല. ഈ പുതിയ തലമുറയിലെ പല കുട്ടികൾക്കും സാധനപോലെ ജേർണലിസ്റ്റ് ആയാൽ കൊള്ളാം, അങ്ങനെ മീഡിയയിൽ വർക്ക് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവും. അവരോട് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു വേർഡ്സ് ഓഫ് വിസ്ഡം എന്തായിരിക്കും? മെയിൻ ഞാൻ പറഞ്ഞു, ഒരു അടുത്ത 5 വർഷത്തേക്ക് കുറച്ച് വളരെ സൂക്ഷിച്ച് വേണം. വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ജേർണലിസ്റ്റിലോട്ട് പോകും. അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ജോലി കിട്ടുകയാണെങ്കിൽ പോകുക. അല്ലാതെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാര്യം എനിക്ക് തോന്നി AI ഒരു വലിയ ചലഞ്ചാകും. അത് എങ്ങനെയാണ് ജേർണലിസ്റ്റിനെ മാത്രമല്ല എല്ലാ ഫീൽഡിലെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഫക്റ്റ് ചെയ്യും. ഞാൻ അഫക്റ്റ് എന്നുള്ള വാക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണത് പ്ലേ ഔട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത 5 വർഷം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മകനും ജോബ് മാർക്കറ്റോട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ടുള്ള ഒരു ഉത്കണ്ഠ കൊണ്ട് കൂടി പറയുകയാണ്. അപ്പം അവർക്ക് എന്ത് ഉപദേശം കൊടുക്കുന്നത്? അപ്പോൾ ആകെ ഞാൻ പറയുന്നത്, ചില സ്കിൽസ് AIക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ അതായത് ഒരു സെൻറ്റൻസ് AIക്ക് മനോഹരമായിട്ട് എഴുതായിരിക്കും, പക്ഷെ അതിനകത്തൊരു സോൾ, ഒരു ആത്മാവ് കൊടുക്കുക എന്നൊരു മനുഷ്യന് മാത്രമേ. അപ്പം നമ്മുടെ സ്കിൽസ് കഴിയുന്നത്ര നമ്മൾ ഹോൺ ചെയ്യുക എന്നുള്ളത്, വായന എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. റീഡ് എന്നുള്ള, അത് എന്ത് വായിക്കണം എന്നുള്ളതും കൂടെ. അപ്പം ഞാൻ പറയുന്നത്, ജേർണലിസ്റ്റിൽ വരാൻ ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ടിയിരുന്നു, യു മസ്റ്റ് റീഡ് പുറത്തുള്ളവരെ എഴുതിയ, വിദേശത്ത് എഴുതിയ പുസ്തകം, പ്രത്യേകിച്ച് ന്യൂ ജേർണലിസം എന്ന് പറയുന്ന ആ സീരീസിൽ 1960s 70s വരെ വന്ന ന്യൂ ജേർണലിസം സീരീസ് കുറേ ജേർണലിസ്റ്റ് ഉണ്ട്. അവർക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നതിന് കാര്യം അവരെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ ന്യൂ ജേർണലിസ്റ്റിൽ വന്ന ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യണമെന്ന് മീഡിയ തരിച്ചു നിൽക്കുന്നത്. ഈ ടെലിവിഷൻ്റെ അതി വന്നപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത് ഒരു ദിശാബോധം കൊടുത്ത, അതും ജേർണലിസ്റ്റിൽ മാത്രമല്ല ലിറ്ററേച്ചറിനും എല്ലാം അത് എഫക്റ്റ് ചെയ്തു, എല്ലാത്തിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊന്നും തന്തവൈബല്ല, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ ലൈറ്റ് ഇയേഴ്സ് അഹെഡ് ഓഫ് തരത്തിലുള്ള ജേർണലിസം ചെയ്ത ആളുകളാണ് ഈ ന്യൂ ജേർണലിസം റീഡ്. അത് വായിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാക്ടിക്കലായിട്ടുള്ള ഇത്, കഴിയുന്നത്ര വായിക്കുക എന്നുള്ളത്.